ഈ ഇലക്ഷനെ സംബന്ധിച്ച് ഫലം എന്തായാലും വളരെ സന്തോഷകരമായൊരു കാഴ്ചയുണ്ടായി. ആ കാഴ്ച വേറൊന്നുമല്ല, ഈ ക്രൈസ്തവ സമുദായത്തിലെ മെത്രാന്മാരെയും പിതാക്കന്മാരെയും ആ സമൂഹത്തെയും ഒക്കെ വെച്ച് മുസ്ലിം വിരോധത്തിൻ്റെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി അത് പ്രയോജനപ്പെടുത്തി അതിലൂടെ ചിലതൊക്കെ കൊളുത്തി വലിച്ച് കൊരുത്തെടുക്കാം എന്ന് വല്ലാണ്ട് മോഹിച്ചിരുന്നു. ആ മോഹങ്ങളാകെയും തകർന്നു പോയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലെ വലതു മുന്നണിയുടെ രാഷ്ട്രീയ എതിരാളികൾ, അതായത് UDFൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ആഗ്രഹിച്ചിരുന്നതെല്ലാം വളരെ കൃത്യമായ ഒരു മുസ്ലിം ലീഗ്, മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം, അത് മതസമൂഹങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൽ ഒക്കെ ഉണ്ടാകും എന്നാണ് കരുതിയത്. അതിനുവേണ്ടി ഓവർ ടൈം പണിയെടുത്ത ഒരാളാണ് നമ്മുടെ ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ. ഓവർ ടൈം അതിനുവേണ്ടി എന്തെല്ലാം സംഗതികൾ ഉണ്ടാക്കാവോ അതെല്ലാം എരിവും പുളിയും പോലെ ഇട്ട് കൊടുത്തതാണ്. പക്ഷേ അതിനെ ആ മെത്രാന്മാരും സഭയും അതുപോലെ തന്നെ ചർച്ചുമൊക്കെ വളരെ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നാണ് അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ. അതിനിടയിൽ FCRA വന്നതും പിന്നെ ഛത്തീസ്ഗഡിലെ സംഭവവുമൊക്കെ ഈ കേക്കിനകത്തും വൈനിനകത്തും ഭവന സന്ദർശനത്തിനകത്തുമൊക്കെ ഒളിച്ചിരിക്കുന്ന സംഗതികളുടെ ആ കാമ്പും കഴമ്പുമൊക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതുമായിരുന്നു. എന്ന് മാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ ദേ ഇതുപോലെ തുറന്നു പറയാൻ അച്ഛന്മാർക്ക് ധൈര്യവും വന്നു. ഇവിടെ STPക്കാർ പാലായിൽ ഒരു റാലി നടത്തിയപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് വന്ന് അവരെ തടഞ്ഞു. കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരുത്തിനെ അവിടെ കണ്ടില്ല. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇത് നട്ട കുരുക്കാത്ത നുണയാണ്, പച്ച കളവാണ് അദ്ദേഹം പറഞ്ഞത്. ആ ദിവസം അദ്ദേഹത്തിന്റെ പൊടി പോലും പാലായിൽ ഉണ്ടായിരുന്നില്ല. എനിക്കിത് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. കാരണം അന്നേ ദിവസം അഭിയന്റെ പിതാവ് നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷനും അതുപോലെ അവിടുത്തെ ചില വൈദികരും ജോൺ കച്ചറവറ്റ സാറിന് ഒരു അവാർഡ് കൊടുക്കാനായിട്ട് രാമപുരത്ത് വന്നിരുന്ന ദിവസമാണ്. എന്നെയും ക്ഷണിച്ചിരുന്നു. അപ്പൊ രാമപുരത്ത് ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഇവിടെ റാലി നടക്കുന്ന ഒരു വിവരം ഞാൻ അറിയുന്നത്. ആ സമയം തന്നെ അവിടെ കിട്ടിയ സൗകര്യത്തിന് നമ്മുടെ ഇമ്മാനുവൽ നിത്തീരി, അന്നും നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപതാ പ്രസിഡന്റാണ്, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വിളിച്ച് നമ്മുടെ നേതാക്കന്മാരോട് പാലായിൽ നിന്ന് വരാനായിട്ട് പറയുകയായിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് രാമപുരത്തിന് പോയില്ല, മറിച്ച് പിതാവിന്റെ കൂടെ അരമനയിലേക്ക് വരികയാണ് ചെയ്തത്. അരമനയിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ അംഗങ്ങൾ മാത്രമാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ വ്യക്തി ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് തടഞ്ഞു എന്ന് പറയുന്നത് പച്ച കള്ളം. നമ്മുടെ സെന്റ് തോമസ് പ്രസിന്റെ അപ്പുറത്ത് വെച്ച് നിയമപാലകരാണ് വാസ്തവത്തിൽ ഇവരെ തടഞ്ഞത്. അതായത് ഈ ഇലക്ഷന് പ്രതീക്ഷിച്ചതുപോലെ ഒക്കാത്തത് കൊണ്ട് നമ്മുടെ PC-യും മകനുമൊക്കെ പൊട്ടിത്തെറിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റയൊരുത്തനാണ് പാലായിൽ SDPIക്കാർ വന്നപ്പോൾ തടയാൻ വന്നത് എന്നൊക്കെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. എനിക്കറിയില്ല ഈ പത്രസമ്മേളനം നടത്തുന്ന അച്ഛൻ്റെ പേര്. ഏതായാലും അച്ഛാ, പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു കാര്യമേ അല്ല. നിങ്ങളൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പുള്ളി ചില കള്ളങ്ങൾ ഇതുപോലെ മുസ്ലിം സമൂഹത്തിനും ഇസ്ലാമിനും എതിരെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചെറിയൊരു തണലിട്ട് കൊടുക്കുന്ന പോലെ പുള്ളിക്ക് തോന്നി. അങ്ങനെയാണ് പുള്ളി ആ ചായക്കകത്തൊഴിക്കുന്ന തുള്ളിമരുന്നിൻ്റെ കഥ പറഞ്ഞതും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. പുള്ളിക്ക് നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്നതിന് ഒരു മടിയില്ല. നമ്മുടെ നമ്പി നാരായണ സാറിൻ്റെ അടുത്ത് നേർക്ക് നേരെ ടെലഫോണിലല്ലയോ ചാനലിൽ പറഞ്ഞത്. അതായത് ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഉമ്മൻചാണ്ടി വെറുതെ കളിക്കാതെ കാശ് കൊണ്ട് കൊടു. അങ്ങനെ ഞാൻ മുൻകൈ എടുത്താണ് കാശ് വാങ്ങിച്ച് നമ്പി നാരായണൻ്റെ കൈ കൊണ്ട് കൊടുത്തതെന്ന് നമ്പി നാരായണനെയും കൂടി ഇരുത്തിക്കൊണ്ടാണ് പറയുന്ന പുള്ളി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു കോൺഫിഡൻസാണ്. നമ്പി നാരായണൻ സാറ് പിന്നെ വാഗ്വാദത്തിനൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് പറഞ്ഞു, അക്കാര്യത്തിൽ PC ജോർജിന് ഒരു ബന്ധവുമില്ല, പുള്ളി അതിൽ ബന്ധപ്പെട്ടിട്ടുമില്ല, പുള്ളി ഇടനിലക്കാരനായിട്ടുമില്ല, ഒന്നുമില്ലെന്ന്. പുള്ളി ഇതുപോലെ ആളുകളെ തട്ടിച്ച് ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് എടുത്ത് പലതിൻ്റെയും മധ്യസ്ഥനായി നടക്കുന്ന ഒരാൾ മാത്രമായിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പുള്ളി തയ്യാറായി, ഈ അച്ഛന്മാർ തയ്യാറായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ സാക്ഷാൽ നമ്മുടെ PC ജോർജ് സാറ് പള്ളിപ്പറമ്പിലൂടെ നടക്കുന്ന ഒരു ചിത്രം കാണാനിടയായി. ഒറ്റയ്ക്ക് നിന്നെയും നോക്കി ഞാൻ നിന്നതിൽ കുറ്റം പറയരുതന്നെ, നീ കുറ്റം പറയരുതന്നെ. ഒറ്റയ്ക്ക് നിന്നെയും നോക്കി ഞാൻ നിന്നതിൽ
ഒരു പൊതുപ്രവർത്തകൻ്റെ സ്ഥിതി എന്നുള്ള നിലയിൽ കാണിച്ച വീഡിയോ ക്ലിപ്പാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നേതാവോ ഒരു സമൂഹത്തിലെ ബഹുമാന്യനായ ആളോ വന്നിറങ്ങുമ്പോൾ ആൾക്കൂട്ടവും ആരവവും ഒക്കെയായി നടന്നിട്ട് ഇപ്പോൾ തനിച്ച് നടക്കേണ്ടി വരുന്ന ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ, അത് ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം വിലയ്ക്ക് വാങ്ങുന്നതായി പോകും. അങ്ങനെ പ്രചരിക്കുന്നൊരു ക്ലിപ്പാണ് ഞാൻ കാണിച്ചത്.